പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇതിൻ്റെ ഒരു പാറ്റേണിൻ്റെ കോഡ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതെങ്ങനെ വരുന്നതെന്നും ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, FEU ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, ആ ഒരു പാറ്റേൺ എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നേരത്തെ ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. അത് എങ്ങനെ വരുന്നതെന്ന് നമ്മളൊന്ന് പറഞ്ഞു തരും. ഇനി നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് മുന്നിലായിട്ടൊന്നും ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ചിലർക്ക് മനസ്സിലായിരുന്നില്ല. ഓറഞ്ച്, ഇത് ആദ്യത്തെ ഒരു ലൂപ്പിൽ നമുക്ക് പ്രിൻ്റ് ആവും. ഇത് രണ്ടാമത്തെ ഒരു ലൂപ്പിൽ, ഇത് മൂന്നാമത്തെ ഒരു ലൂപ്പിൽ പ്രിൻ്റ് ആവും. അതായത് I1 2 3. ഓക്കെ, ഇനി നമുക്ക് കളർ മാറ്റാം. ഒരു ബ്ലാക്ക് കളർ, ഇത് പ്രിൻ്റ് ആവും നമുക്ക്. വേറെ ഇത് അതിൻ്റെ ഉള്ളിൽ, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നൊരു ലൂപ്പാണ്. ഇത് നമുക്ക് 2 ഫോർ ലൂപ്പുകൾ യൂസ് ചെയ്യാനായിട്ടുണ്ട്. അതായത് ഈ റോ പോലെ പ്രിൻ്റ് ചെയ്യാനും, ഈ 3 സ്റ്റാർ വെച്ചിട്ട് പ്രിൻ്റ് ആകും. ഇവിടെ 6 സ്റ്റാർ, ഇവിടെ 9. അത് നമുക്ക് മനസ്സിലാവും 3 × I. ഇവിടെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കണ്ടീഷൻ 3I. ഓക്കെ, ഇവിടെ ഓരോ സ്റ്റാർ, ഒരു സ്റ്റാർ. അതായത് ഫസ്റ്റ് റോ അല്ലേ, ഇല്ല, ഇത് ഫസ്റ്റ് ഒരു തവണ I ചുറ്റുമ്പോൾ ഒരു സ്റ്റാറും ന്യൂ ലൈനുമാണ് പ്രിൻ്റ് ആകും. ഇവിടെ 2 സ്റ്റാറും ന്യൂ ലൈനും. ഇവിടെ അടിയിലുണ്ടെങ്കിൽ 3 സ്റ്റാറും ന്യൂ ലൈനും ആയിരുന്നു ഉണ്ടാകേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിന് വേണ്ട ഒരു കോഡ് നമുക്ക് കിട്ടി. അതായത് I ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാൻ കണ്ടീഷനായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇതിലേക്ക് വന്നാൽ ഇവിടെ നമ്മൾ N അസൈൻ ചെയ്തിട്ടുണ്ട്. N ഇവിടെ 3 തന്നെയാണ് ഉള്ളത്. ഓക്കെ, നമ്പർ ഓഫ് റോസ് ആണ് ഇടാം N ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ 2 ടൈം വെച്ചിട്ടാണ് ഓരോ ലൈൻസും പ്രിൻ്റ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർ ലൂപ്പ് പറഞ്ഞു കിട്ടും. എത്ര ലൈൻസ് പ്രിൻ്റ് ചെയ്ത് 1 അസൈൻ J ≤ 2. 2 തവണയാണ് പ്രിൻ്റ്. ഓക്കെ, ഫോർ ലൂപ്പ് വീണ്ടും ഒരു ഫോർ ലൂപ്പ് പോയി പോകണം. എന്നിട്ട് നമുക്ക് K ആണ് ഞാൻ കൊടുക്കേണ്ടത് വീഡിയോയിൽ. K1 ഇട്ടിട്ട് K ≤ 3I ടൈംസ് എത്ര സ്റ്റാർ പ്രിൻ്റ് ചെയ്യണമെന്നാണ് ഈ ലൂപ്പിൽ നമ്മൾ കൊടുക്കുന്നത്. K++ പ്രിൻ്റ് അകത്ത് ഒരു സ്റ്റാർ ഉണ്ട്, സ്പേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇവിടെ പ്രിൻറ്റിങ് ലൈൻ കൂടി സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലല്ലേ അടുത്ത 3 സ്റ്റാർ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ട് ന്യൂ ലൈൻ കൊടുക്കുന്നു. ഓക്കെ, ഈ ലൂപ്പിൻ്റെ വർക്കിംഗ് ഒക്കെ ഞാൻ കഴിഞ്ഞതിന് പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അത് മനസ്സിലാകാതെ കണ്ട ഈ F പാറ്റേണിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കറക്റ്റായിട്ട് ഈ ലൂപ്പ് അങ്ങനെ വർക്കാകുന്നു കാണാതെ കണ്ടൊക്കെയുണ്ട്. ഇനി എനിക്ക് ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ട കോഡാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് ഒരു ഫോർ ലൂപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഫോർ ലൂപ്പ് I ടൈംസ് അല്ല പ്രിൻ്റ് ആകേണ്ടത്, ഒന്നിനായി കൊടുക്കുന്നുണ്ട്. പ്രിൻ്റ് ഇതിനകത്ത് സ്റ്റാർ /n ന്യൂ ലൈനും കൂടി പ്രിൻ്റ് ആവും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ കോഡ് റൺ ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് കറക്റ്റായിട്ടൊന്നും വരില്ല, ചെറിയൊരു മാറ്റമുണ്ട്. ആ ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഈ ഒരു പാറ്റേൺ ഈ 3 സ്റ്റാർ എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് ഇത് നമുക്കിനി പോക്കണം. ആ 3 സ്റ്റാർ വരുന്നത് വെച്ചാൽ ഈ ഒരു ലൂപ്പാണ് വരുന്നത്. അങ്ങനെ പൊക്കാൻ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇഫ് I assign N കൊടുത്ത് ബ്രേക്ക് കൊടുക്കുന്ന കാര്യമാണ്. ഇത് ചെയ്യുക
എന്നാണെങ്കിൽ ബ്രേക്ക് ചെയ്യണം, ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് കണ്ടീഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി അധികം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള കണക്കൊന്നുമില്ല. ഇത് ഐ ടൈംസ് കാണില്ല. ഫസ്റ്റ് ഒരു തവണ ഐ കിട്ടുമ്പോൾ ഒരു സ്റ്റാർ ന്യൂ ലൈനാണ് പ്രിൻ്റ് ആകും. പിന്നെ 2 സ്റ്റാറും ന്യൂ ലൈനും, അടുത്ത് തന്നെ 3 സ്റ്റാറും ന്യൂ ലൈൻ. ഇതിന് വേണ്ടി നമുക്ക് ഇടം മാറ്റി കൊടുത്താൽ 4 സ്റ്റാറും 3 സ്റ്റാറും ന്യൂ ലൈനുള്ള പ്രിൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ 3 ഐറ്റംസ് 15 സ്റ്റാർ ഇതിലുണ്ടാവും ഇതിലുണ്ട്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മീഡിയ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ ഐഡിയയിലോട്ടുണ്ട്. അത് എടുക്കുന്നതിൻ്റെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്ത് പേപ്പറോ ഇത് യൂസ് ചെയ്ത് പെയിൻറ്റിങ്സ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് എനിക്ക് ഇതാ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് ഫസ്റ്റ് ഒരു തവണ ആയി ചുറ്റുമ്പോൾ പ്രിൻ്റാണ്. ഇത് 2 തവണ, ഇത് 3ാമത്തെ തവണ 1 2 3 ഇങ്ങനെ ഐ ഒരു ചുറ്റുമ്പോൾ ഇത് പ്രിൻ്റാണ്. രണ്ടാമതൊരു തവണ കിട്ടുമ്പോൾ ഇത് പ്രിൻ്റാണ്. മൂന്നാമതൊരു തവണ കുറിച്ചിട്ടുമ്പോൾ ഇത് പ്രിൻ്റാണ്. ഇനി കളറ് ഇവിടെ 1 ഒറ്റ സ്റ്റാർ, ഇവിടെ 2 സ്റ്റാർ 3 സ്റ്റാർ, ഇവിടെ ഇത്രയാണ് 1 2 3 5 സ്റ്റാർ. ഇനി വേറൊരു കളർ കൊടുക്കുന്നുണ്ട്. ഇനി കൊടുക്കുന്ന കണ്ടീഷനായിട്ട് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ i+2 പറ്റില്ല. ഇവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വഴിയില്ല. ഓക്കെ, ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി കോൾഡ് ഇവിടെ 2 സ്റ്റാർ, ഇവിടെ 4 സ്റ്റാർ, ഇവിടെ 6 സ്റ്റാർ. നമ്മൾ മുമ്പേ ചെയ്ത പരിപാടി 2 ഐറ്റംസ് 7 സ്റ്റാർ 2 ഐറ്റംസ്. ഓക്കെ, നമുക്ക് കോഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ന്യൂ ലൈനോ സ്റ്റാറും ന്യൂ ലൈനും പ്രിൻ്റ് ചെയ്യുന്ന കോഡ് നമുക്ക് ഈ കാണുന്നുണ്ട്. ഓക്കെ, ഐറ്റംസ് എല്ലാം നമുക്കുണ്ട്. ഇവിടെ ഞാൻ പുതിയൊരു വേരിയബിൾ അസൈൻ ചെയ്യുന്നു മാത്രം. അതെന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ST ചെയ്യാൻ കൊടുക്കുന്ന വേരിയബിളാണ് അസൈൻ 1. ഫസ്റ്റ് തവണ ഒരു 1 ന്യൂ ലൈനും, എന്നിട്ട് 2 കൂടിയിട്ട് വരുന്ന വെച്ചാൽ ഇത് ഒരു തവണ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ST പ്ലസ് =2 ഇത് അസൈൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത് ഇവിടെ വറക്കാം. വേണ്ടതൊക്കെ ന്യൂ ലൈൻ സ്റ്റാർ ന്യൂ ലൈനിലൂടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇനി 3 തവണ കിട്ടും. ഓക്കെ, ടോട്ടലി 9 സ്റ്റാറിലുണ്ടാവും. 4 ഇവിടെ വന്നിട്ടുണ്ട്, 9 സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്, സ്റ്റാർ ന്യൂ ലൈൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അതിൻ്റെ ലോജിക്ക് ഒന്നുമില്ല, നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് j = 2 × i j++ പ്രിൻ്റഫിനകത്ത് സ്റ്റാറോ സ്പേസ് നോക്കി ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രിൻ്റ് എഫിനകത്ത് ഒരു ന്യൂ ലൈൻ കൊടുക്കും.
ഇത്രക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുത്തത്. കറക്റ്റായിട്ട് കോഡ് വർക്ക് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഈ ഒരു ലോജിക്ക് മാത്രമേ ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ളൂ. എക്സ്ട്രാ അസ്യൂം ചെയ്ത് 2+ ചെയ്യുന്ന ഒരു പരിപാടി. 2+ ചെയ്യുന്നു ആ ഒരു ലോജിക്ക് അവിടെ പുതിയതായിട്ടുള്ളൂ. ഈ ഒരു ലോജിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് റിവൈൻഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനാണ് അടുത്തേക്ക്. ഓക്കെ, ഈ ഒരു പാറ്റേൺ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഫിലാന്ന് തോന്നുന്നു. ബാക്കി ചെയ്യും അത് വേറെ ഡീറ്റ് തന്നെയുണ്ടെങ്കിൽ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇത് ലോജിക്ക് ഇത് വന്ന് ഇത് അടുത്ത ഒരു ലൂപ്പിൽ വർക്കാണ്. വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വർക്കാണ്. ഇത്രക്കും വരെ 1 2 3 4 ഓക്കെ 4 ടൈംസ് വർക്കാണ്. ഇവിടെ എല്ലായിടത്തും ഓരോ സ്റ്റാർ വെച്ചിട്ട് പ്രിൻ്റ് ന്യൂ ലൈൻ. അത് ജസ്റ്റ് നമ്മൾക്ക് ഇതാ ഈ പ്രിൻറ്റും ന്യൂ ലൈനും അത് ജസ്റ്റ് അവിടെ കൊടുത്താൽ മതി. ഇവിടെ 4 ടൈംസ് വർക്കാകുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനത്തൊരു വീഡിയോ ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, ജസ്റ്റ് പ്രിൻ്റ് ന്യൂ ലൈന് ഫസ്റ്റ് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ I1 ആയിരിക്കുമ്പോൾ ഒറ്റത്തവണ 3 സ്റ്റാർ പ്രിൻ്റ് ആയിട്ടുള്ളത്, പിന്നെ 2 തവണ, പിന്നെ 3 തവണ. അതിൻ്റെ എണ്ണത്തെ അനുസരിച്ചിട്ടാണ് ഇവിടെ സ്റ്റാർ എത്ര നമ്പർ ഓഫ് ലൈൻസ് പ്രിൻ്റ് ആവുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ട കോഡ് നമുക്ക് തയ്യാറാക്കാം. നമ്പർ ഓഫ് ലൈൻസാണ് ഇവിടെ വ്യത്യാസം വരും ഐയുടെ അനുസരിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഐ കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് ഒരു ഫോർ ലൂപ്പ് കൂടി കൊടുക്കാം. K3 വരെയാണ് പോകേണ്ട. 3 സ്റ്റാറിലൊക്കെ ഉണ്ടാകുന്നു. എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാറൊക്കെ ഉണ്ടാകും. പിന്നെ ഇതിനകത്ത് സ്റ്റാർ ഈ ഒരു സ്ലാഷിൻ്റെ ഒരു ആവശ്യമില്ല. അതായത് പ്രിൻ്റ് ന്യൂ ലൈനുകളുടെ ഒരു ആവശ്യമില്ല. ഇതാണ് ആവശ്യം. അത് കൊടുക്കുന്ന വരികയെന്ന് വെച്ചാൽ ഇവിടെ വെറുതെ ഒരു സ്പേസും കൂടി പ്രിൻ്റ് ആകുന്നുണ്ട്. ഓക്കെ, അത് സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ഒന്നുമല്ല, ആദ്യമുള്ള ലോജിക്കിൻ്റെ അകത്ത് തന്നെ ചെറുങ്ങനെ മാറ്റമുണ്ട്. ഇവിടെ I ടൈംസ് ആണ് ഇതൊക്കെ പ്രിൻ്റ് ആകുന്നത്. I2 ആയിരിക്കും 2 തവണ 2 ലൈൻസ് പ്രിൻ്റ് ആകുന്നുണ്ട്. ഇവിടെ 3 ലൈൻസ്, അതുപോലെ ഇവിടെ 4 ലൈൻസ്. ആ ഒരു ലോജിക്ക് സെറ്റാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. എഫ് പാറ്റേൺ തീർന്നതാണ് എനിക്ക് തോന്നുന്നു. അതായത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ. വേറെ ക്വസ്റ്റ്യൻസും കുറേയുണ്ട്, അത് വേറെ വീഡിയോസിൽ വരാം. ബേസായിട്ട് വേണ്ട ഒരു ലോജിക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കട്ടെ. 2 വീഡിയോസും കൂടിയുണ്ട്, 2 ക്വസ്റ്റ്യനും കൂടിയുണ്ട്. എഫ് പാറ്റേൺ ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു പാറ്റേൺ കൂടി നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. സൈഡിലൊക്കെ കൂടാനുണ്ട്. ഓക്കെ, ഇതിന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ഒരു പാറ്റേൺ എനിക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് രണ്ടാമത്തെ ഐ ചുറ്റുമ്പോൾ, ഇത് മൂന്നാമത് ഐ ചുറ്റുമ്പോൾ, ഇത് നാലാമത് ഐ ചുറ്റുമ്പോൾ. ഓക്കെ, ഇവിടെ ഐ ഒരു തവണ ചുറ്റുമ്പോൾ ഇത് I3 ആയിരിക്കുമ്പോൾ ഇത് പ്രിൻ്റ് ആവും. ഓക്കെ, ഇത്
I1 ആയിരിക്കുമ്പോൾ ഒറ്റ സ്റ്റാർ പ്രിൻ്റ് ആണ്. I2 ആയിരിക്കുമ്പോൾ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത് 3 സ്റ്റാർ. ഇവിടെ എത്രയാണ്? ഓക്കെ, ഇവിടെ 3 സ്റ്റാർ പ്രിൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത് എത്രയാണ്? 6. പിന്നെ ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത് എത്രയാണ്? 9 അല്ലേ? 3 3 6 3 9. ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ള 9 സ്റ്റാർ. ഈ 9 സ്റ്റാറാണ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്. ഇനി വേറൊരു കളർ എടുക്കുക. ഇവിടെ ഇതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് ആദ്യം സെറ്റായ ഒരു ലോജിക്ക് തന്നെ I ടൈംസ് I സ്റ്റാറാണുള്ള പ്രിൻ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക്കാണ് ഇപ്പം സെറ്റ് ചെയ്യേണ്ടത്. അതായത് 1 3 6 9. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 3i എന്നോ ഇത് ST+2 വെച്ചിട്ടോ നേരത്തെ ചെയ്ത ലോജിക്കില്ലേ 2 ആഡ് ചെയ്ത് പോകുന്നത് പോലെയല്ലല്ലോ. ഇവിടെ 3 1 ആണ്, ഇവിടെ 3 അവിടെ 2 ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് 2 ആഡ് ചെയ്ത 5 ആണ്. പക്ഷേ ഇവിടെ നമുക്കുള്ളത് 6 ആണ്. 6 സ്റ്റാറാണ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് തന്നെ നമ്മൾ ഈ വേറെ ലോജിക്ക് ഉണ്ട്. അതായത് ഇത് 1 അല്ലേ, ഇവിടെ 1 സ്റ്റാറാണ് പ്രിൻ്റ് ആകുന്നത്. പിന്നെ ഇവിടെ പ്രിൻ്റ് ആകുന്നത് 3 സ്റ്റാർ, ഇവിടെ 6 സ്റ്റാർ. അതായത് ഈ 1ൻ്റെ കൂടെ STയിലേക്ക് 1 ആദ്യം വെച്ചാൽ 1. പിന്നെ ഇവിടെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആ STൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യണം. എത്ര ടൈമാണെന്ന് വെച്ചാൽ I ടൈംസ് ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ STയിൽ ആദ്യം 1, അതായത് ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം. കോഡ് ചെയ്തിട്ട് ST പ്ലസ് ഈക്വൽ ടു 1 അസൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1 അല്ല, ഫസ്റ്റ് ഇത് എത്ര ടൈംസ് 4 ആ. ഓക്കെ, ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്നിൽ STൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ST എന്ന് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ 1 മിനിറ്റ് കോഡ് ചെറിയൊരു വ്യത്യാസം കൂടി വരുത്താനുണ്ട്. അതായത് ഇവിടെ 6 എടുത്തുമ്പോഴേക്ക് വേണ്ട നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു n വരുന്ന ടൈമിന് നമുക്കിവിടെ ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്ത് കൊടുത്താൽ മതി. കണ്ടീഷൻ ഇഫ് I ഈക്വൽ ടു n ആകുന്ന ടൈം ST ഒരു തവണ മൈനസ് ചെയ്യാനും കൊടുത്താൽ മതി. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്താൽ നമുക്ക് വേണ്ട തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? 9 സ്റ്റാറിലാണ് പ്രിൻ്റ് ആയിട്ടുള്ള 10 അല്ലല്ലോ, 5 4 9. അപ്പോൾ നമുക്ക് വേണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് STൻ്റെ വാല്യൂ. ഇവിടെ ഞാൻ ചെയ്തിരുന്ന ഫസ്റ്റ് തന്നെ 1 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ 1 ആഡ് ആകുന്നു. STയിലേക്ക് 1 എടുത്ത് വെക്കുന്നു. അപ്പോൾ STയിൽ ആദ്യം 0 ആണ്, അതിൻ്റെ അപ്പുറം 1 ആഡ് ചെയ്തിട്ട് STയിലേക്ക് എടുത്ത് വെക്കുന്ന റെഡി ഇവിടെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1 ആണ്. പിന്നെ I ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് 2 ആണ്. I 2 ആയ ടൈമിന് ഇവിടെ വന്ന് ആഡ് ചെയ്യുമ്പോൾ STയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആദ്യം STയിലുള്ള 1ഉം പിന്നെ Iലുള്ള 2 3 ആണ്. പിന്നെ ഇവിടുന്ന് I ഇൻക്രിമെൻ്റ് ചെയ്യുന്ന ആ ഒരു ലോജിക്ക് റിപ്പീറ്റ് ചെയ്യാൻ നടക്കുന്നു കറക്റ്റായിട്ട്. പിന്നെ ഇവിടെ ഒരു 9 ആയിരുന്നു വേണ്ട. ആ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈഫിൻ്റെ അകത്ത് കണ്ടീഷനായിട്ട് ഇങ്ങനെ ഒരു സാധനം കൊടുത്തത്. എന്താണെന്ന് ടൈമിന് ST മൈനസ് ചെയ്യാം. ഈ ജസ്റ്റ് നമുക്ക് ചെയ്താൽ മതി. ഇനി പ്രിൻ്റ് എഫിൻ്റെ അകത്ത് അല്ല ഫോർ ലൂപ്പിൻ്റെ അകത്ത് ചെയ്തിട്ട് ചെയ്ത ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു പ്രിൻ്റ് ഇവിടെ കൂടി കൊടുക്കാം.
1 3 6 പിന്നെ 3 കൂടി 9. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കോഡ്. ഇത് നമ്മൾ ആദ്യം ചെയ്തൊരു സാധനം. അത് അങ്ങനെ കൂടിയേണ്ടതെന്ന് ഞാൻ ആദ്യം കാണിച്ചു തന്നു. ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. 1 ഇട്ടിട്ട് എത്ര ടൈം നമുക്ക് ഇടാം, ലൈൻസ് ഇടേണ്ട 8 ടൈംസ് അല്ലേ. അതുകൊണ്ട് പ്ലസ് പ്ലസ് ഫോർ ലൂപ്പ് KS1 ഇട്ടിട്ട് എത്ര കോളംസ് ആയിട്ട് സ്റ്റാർ പ്രിൻ്റ് ഉണ്ട്. ഐ ടൈംസ് തന്നെ അല്ലേ, ഐൻ്റെ എണ്ണത്തിനനുസരിച്ച് തന്നെയല്ലേ സ്റ്റാറും പ്രിൻ്റ് ആകുന്നു. പ്ലസ് പ്ലസ് ഇനി ഒരു തവണ ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടിന്യൂ ലൈനും കൂടി പ്രിൻ്റ് ആകും. ഈ ലാസ്റ്റത്തെ ഇത് നമുക്ക് പ്രിൻ്റ് ആകണ്ട, അത് കണ്ടീഷൻ കൊടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു തന്നിരുന്നല്ലേ. അത് ജസ്റ്റ് ഈ I equal to n എന്നൊരു ബ്രേക്ക് എന്ന് കൊടുത്താൽ വേണ്ട കൂടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഈ ഒരു വീഡിയോ തന്നെ എഫ് പാറ്റേൺ ഫുള്ളായിട്ട് തീർക്കാൻ നോക്കും. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇത് ഒരു ടൈം, രണ്ടാമതൊരു ടൈം പ്രിൻ്റ് ആകും. 3 4 5 6 7. അപ്പോൾ എന്നെ 7 തവണ വെച്ചിട്ടാണ് അറിയില്ല അസൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ ഞാൻ ആദ്യം എണ്ണിയതായിരുന്നു 13 സ്റ്റാറാണ് ഇവിടെയുള്ളത് ആദ്യത്തേൽ. ഓക്കെ, ഇതിൽ 13 സ്റ്റാറാണ്. പിന്നെ 2 വെച്ച് കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, 9 7 5 3 2 1 ഏഴെഴുത്ത് വരണം. ഇവിടെ ഇനിയുള്ള ഇത് ജസ്റ്റ് കൊടുത്താൽ മതി. അതിൽ 2 സ്റ്റാർ പ്രിൻ്റ് ചെയ്യേണ്ട കൂടെ കൊടുത്താൽ ഇനി ഇവിടെ ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ജനറലിക്കേഷൻ നടത്താൻ പറ്റും. അതായത് ഇവിടെ ആയിട്ടുള്ളത് 7 ഇൻറ്റു 2 ചെയ്താൽ എത്ര വരും? 14 വരുമല്ലേ. n ഇൻറ്റു 2 ചെയ്താൽ 14 വരും. -1 അതോട് വർക്കാവും. ഇവിടെ i മാറുന്നതനുസരിച്ചിട്ട് ഇത് മാറുന്നുണ്ട്. അതുകൊണ്ട് n-i+1 നോക്കി നോക്കാം. n-i ഇൻറ്റു 2 + 1 ഈ ഒരു ഇക്വേഷൻ വർക്കാകുന്നു നോക്കി നോക്കാം. ആദ്യത്തെ കേസിൽ n 7 അല്ല, എന്നപ്പോൾ 7 തന്നെ. ഈ ഒരു ഇക്വേഷൻ വർക്കാകുന്നു നോക്കാം. അതായത് n-i അല്ല, അതായത് n 7 അതപ്പോൾ കോൺസ്റ്റൻ്റ് ഇല്ല. ഇവിടെയാണ് അസൈൻ ചെയ്ത് വെക്കുന്നത്. 7 - i, അതായത് i ഫസ്റ്റ് 1 അല്ലേ. അപ്പോൾ n - i ചെയ്താൽ നിങ്ങൾക്ക് 7 - 1 6 6 ഇൻറ്റു 2 12 12 + 1 ഓക്കെ 13. ഇനി രണ്ടാമത്തേൽ വരുമ്പോൾ i 2 ആണ്. 2 n - 2 5 5 ഇൻറ്റു 2 10 11. ഇത് ഇനി അടുത്തേലും കൂടി നോക്കാം. 7ഉം 3ഉം മൈനസ് ചെയ്ത 4ഉം അടക്കി 7 - i എത്രയാണ്? i 3 4 യെസ് 9 വർക്കിംഗ് ആക്കി. ഓക്കെ, ഇനി നമുക്കത് ജസ്റ്റ് കോഡ് ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇവിടെ 3 6 3 9
12 13 സ്റ്റാർ. അതിനകത്ത് 2 കുറഞ്ഞ് പോകുന്നുണ്ട്. ഓക്കെയാണ്. ഇക്വേഷൻ ഞാനിവിടെ കൊടുത്ത ഇക്വേഷനായിട്ടുള്ളത് 2 × n - i+1. അതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് 2 × i ചെയ്ത് നോക്കി. പക്ഷേ ഇങ്ങനെ കുറഞ്ഞു പോകുന്നതുകൊണ്ട് n - i ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. അതിൻ്റെ ഒപ്പം എത്ര കൂട്ടിയാലോ 13 കിട്ടുമെന്ന് നോക്കി. 6ൻ്റെ ഒപ്പം 6 × 2 12. 12ൻ്റെ ഒപ്പം 1 കൂട്ടിയാലോ കിട്ടുക മനസ്സിലായി. അത് കൊല്ലത്തിലും പറക്കാണെങ്കിൽ എടുത്ത് നോക്കി. അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഫ്രണ്ടിൻ്റെ മുകളിൽ നടപ്പം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ജസ്റ്റ് ഇത് ചോദിച്ചോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാമോ, അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ // യൂസ് ചെയ്യാമോ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ഹിന്ദുവായിട്ടോട് നിങ്ങൾക്ക് ഫിമിയേഷന് ഇരിക്കുന്ന ആളോട് ഒരു സമ്മതിച്ച ഇതങ്ങ് കൊടുത്താൽ സ്പേസ് അല്ലേ. ഇനി ഒരു കണ്ടീഷനും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഈഫിൽ 1 ഒറ്റൊരു തവണ മാത്രമേ വർക്കാവുള്ളൂ. ഇതും മാത്രം, അതായത് ഒറ്റ ഇത് മാത്രമേ ഇവിടെ വർക്കാവുന്നുള്ളൂ. ജസ്റ്റ് ഒരു കണ്ടീഷൻ കൊടുക്കുന്നതിലായിട്ടുണ്ട്. ഈഫ് i = n ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ആ ഒരു കോഡും കൂടി ഞാൻ തീർത്തിട്ടുണ്ട്. ഇവിടെ ഒരേ ഒരു വ്യത്യാസം വരുത്തിയ ഈ ഒരു ഇത് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാനെങ്ങനെ തിങ്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ തന്നിട്ടല്ലേ. 2 × n ചെയ്ത് നോക്കി 13. അതായത് 2 × n ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 14. അല്ല 14. അതിൻ്റെ അകത്തൊന്ന് കുറക്കാനാണ് ആദ്യം കാണിക്കുക. പക്ഷേ ഇങ്ങനെ ഈ i മാറുന്നതിനനുസരിച്ച് മാറുന്നുണ്ട്. ജസ്റ്റ് ഞാൻ -i ചെയ്തിട്ട് നോക്കി. അപ്പോൾ എനിക്ക് 2 × 6, അതായത് n - i ഫസ്റ്റ് ചെയ്ത 6, അപ്പോൾ 12 + 1 13. ആ ഒരു വിധത്തിൽ എനിക്ക് കിട്ടി. അതിനപ്പുറം 2 × n - i കൂട്ടിയാലോ കുറച്ചാലോ ഇത് കിട്ടിയാൽ എനിക്ക് നോക്കി 13. അപ്പോൾ കൂട്ടിയാലെന്ന് കാണിച്ച്. അപ്പോൾ എല്ലാത്തിലും വർക്കാണെങ്കിൽ ഞാൻ എടുത്ത്. എല്ലാം വർക്കാകുന്നില്ല എന്നാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ 13 ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ അസൈൻ ചെയ്തിട്ട് കുറച്ച് ഇത് കഴിഞ്ഞ് ഇവിടെ ST എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ അസൈൻ ചെയ്തിട്ട് ഇവിടെ ഞാൻ ST-2 ST നിന്ന് 2 കുറക്കാൻ ഇവിടെ കൊടുക്കും. അപ്പം തന്നെ കിട്ടും. ആ ഒരു രീതിയിൽ മറക്കാം. എന്നാൽ ഓക്കെ, ഈ ഒരു വീഡിയോയിൽ F പാറ്റേൺ അത്യാവശ്യം എല്ലാ ലോജിക്കും സെറ്റ് ആയിട്ടുണ്ട്. ഇനിയും F പാറ്റേൺ വീഡിയോ ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ അടുത്തുണ്ടാകത്തില്ല, കുറച്ചും കൂടി കഴിയും. ഇനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.